പ്രിയരെ നമസ്കാരം. വിഷ്ണു പുരാണത്തിൻ്റെ 7ാം വീഡിയോയിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. വിഷ്ണു പുരാണത്തിൻ്റെ 3ാം അധ്യായത്തിൽ 17 ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിലെ ആദ്യ ഭാഗത്തിൽ മന്വന്തരങ്ങളുടെ വിവരണമാണ് നൽകുന്നത്. മൈത്രേയൻ മറ്റൊരു ചോദ്യം പരാശരനോട് ഉന്നയിച്ചു. ഗുരുദേവ, ഇനി എല്ലാ മന്വന്തരങ്ങളുടെയും ആ മന്വന്തരങ്ങളെ ഭരിക്കുന്ന മനുമാരുടെയും വിവരണം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പരാശരൻ വിശദീകരിച്ചു. ആദ്യത്തെ മനു സ്വയം ജനിച്ചവൻ അഥവാ സ്വയംഭുവനായിരുന്നു. അദ്ദേഹത്തിന് ശേഷം സ്വരോജിഷൻ, ഉത്തമൻ, താമസൻ, രൈവതൻ, ചക്ഷുഷൻ എന്നിങ്ങനെ 5 മനുമാർ കൂടി ഉണ്ടായി. ഈ മനുമാരെല്ലാം മുൻ യുഗങ്ങളിൽ ഉണ്ടായവരാണ്. ഇപ്പോഴത്തെ മനുവായ വൈവസ്വതൻ സൂര്യൻ്റെ പുത്രനാകുന്നു. വൈവസ്വതൻ 7ാമത്തെ മന്വന്തരത്തിൻ്റെ ഭരണാധികാരിയാണ്. സ്വരോജിഷ മന്വന്തരത്തിൽ പരാവതനും തുഷിതഗണനുമായിരുന്നു ദേവന്മാർ. വിഭശ്ചിതൻ ഇന്ദ്രന്റെ സ്ഥാനം വഹിച്ചു. ഊർജൻ, സ്തംഭൻ, പ്രാണൻ, വാതൻ, വൃഷഭൻ, നിത്യൻ, പരിവാൻ എന്നിവരായിരുന്നു സപ്തഋഷികൾ. ചൈത്രൻ, കിംപുരുഷൻ തുടങ്ങിയവർ മനുവിൻ്റെ പുത്രന്മാരായിരുന്നു. ഉത്തം മന്വന്തരത്തിലെ മനുവായിരുന്നു ഉത്തമൻ. ശുശാന്തി ഇന്ദ്രന്റെ പദവി വഹിച്ചു. സുദാമൻ, സത്യൻ, ജപൻ, പ്രദർദനൻ, വശ്യവർത്തി എന്നിവർ അദ്ദേഹത്തിൻ്റെ ഗണങ്ങളായിരുന്നു. വസിഷ്ഠന്റെ 7 പുത്രന്മാർ സപ്തഋഷികളായിരുന്നു. താമസ മന്വന്തരത്തിൽ സുബരൻ, ഹരി, സത്യൻ, സുധി എന്നിങ്ങനെ 4 ദേവന്മാരുടെ വിഭാഗങ്ങളുണ്ടായിരുന്നു. അവർ ഓരോരുത്തരുടെയും കൂടെ 27 ദേവന്മാരും ഉണ്ടായിരുന്നു. ആ മന്വന്തരകാലത്ത് ഇന്ദ്രന്റെ പദവി വഹിച്ചത് ശിബി രാജാവായിരുന്നു. ജ്യോതിർധാമൻ, പൃഥു, കാത്യ, ചൈത്ര, അഗ്നി, വനകൻ, പീവരൻ എന്നിവർ സപ്തഋഷികളായിരുന്നു. രൈവത മന്വന്തരകാലത്ത് വിഭു ഇന്ദ്രന്റെ പദവി വഹിക്കുന്നു. 14 ദേവന്മാർ വീതമുള്ള അമിതാഭൻ, ഭൂതനാഥൻ, വൈകുണ്ഠൻ, സുമേധൻ എന്നിങ്ങനെ 4 ദേവതാ വിഭാഗങ്ങളുണ്ടായിരുന്നു. ഹിരണ്യരോമൻ, വേദശ്രീ, ഊർധ്വബാഹു, വേദബാഹു, സുധാമൻ, പർജന്യൻ, മഹാമുനി എന്നിവരായിരുന്നു സപ്തഋഷികൾ. 4 മനുമാരായ സ്വരോജിഷനും ഉത്തമനും താമസനും രൈവതനും പ്രിയവ്രത രാജാവിൻ്റെ നേരിട്ടുള്ള പിൻഗാമികളാണെന്ന് പറയപ്പെടുന്നു. ചക്ഷുഷ മന്വന്തരകാലത്ത് ഇന്ദ്രന്റെ സ്ഥാനം വഹിച്ചിരുന്നത് മനോജവനായിരുന്നു. ആഭ്യൻ, പ്രസൂതൻ, ഭവ്യൻ, പൃഥുകൻ, ലേഖൻ എന്നിങ്ങനെ 8 ദേവതകളുള്ള ദൈവങ്ങളുടെ ഒരു വിഭാഗവുമുണ്ട്. സുമേധൻ, വിരാജൻ, ഹവിഷ്മാൻ, ഉത്തമൻ, മധു, അധിനാമൻ, സഹിഷ്ണു എന്നിവരാണ് സപ്തഋഷികൾ. ഇന്നത്തെ മന്വന്തരത്തിൽ സൂര്യന്റെ മിടുക്കനായ പുത്രൻ ശ്രദ്ധദേവനാണ് മനു. ആദിത്യൻ, വസു, രുദ്രൻ എന്നിങ്ങനെയാണ് ദേവന്മാരുടെ പ്രതിനിധികൾ. ഇന്ദ്രന്റെ പദവി വഹിക്കുന്നത് പുരന്ദരനാണ്. വസിഷ്ഠൻ, കശ്യപൻ, അത്രി, ജമദഗ്നി, ഗൗതമൻ, വിശ്വാമിത്രൻ, ഭരദ്വാജൻ എന്നിവരാണ് സപ്തഋഷികൾ. ഇപ്പോഴത്തെ മനുവിന് ഇക്ഷ്വാക്കു, നൃഗൻ, ദൃഷ്ടൻ, ശരായതി, നരിഷിന്ദൻ, നാഭാകൻ, അരിഷിതൻ, കരുഷൻ, പൃഷദ്രൻ എന്നീ 9 പുത്രന്മാരുണ്ടായിരുന്നു. പ്രിയരെ, 3ാം അധ്യായത്തിലെ 2ാം ഭാഗം സാവർണി മനുവിൻ്റെ ജനനവും അടുത്ത മന്വന്തരങ്ങളുടെ വിവരണവും നൽകുന്നു. മൈത്രേയൻ ചോദിച്ചു, ഹേ മഹർഷേ, ഇനി വരാനിരിക്കുന്ന മന്വന്തരങ്ങളെക്കുറിച്ചും ദയയോടെ വിവരിച്ചാലും. പരാശരൻ വിവരിക്കുന്നു. വിശ്വകർമാവിൻ്റെ പുത്രി സാംഗ്യ സൂര്യൻ്റെ പത്നിയായിരുന്നു. അവർക്ക് മനു, യമൻ, യാമിനി എന്നീ 3 മക്കളുണ്ടായിരുന്നു. സൂര്യൻ്റെ ഉജ്ജ്വലമായ തേജസ് ഒരിക്കൽ സാംഗ്യയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് തോന്നി. അതിനാൽ സ്വന്തം പ്രതിച്ഛായയായ ഛായയെ സൃഷ്ടിച്ച് സൂര്യന്റെ സേവയ്ക്കായി നിയോഗിച്ചുകൊണ്ടവൾ സ്വയം കാട്ടിലേക്ക് കുടിയേറി തപസ് ചെയ്യുവാൻ തുടങ്ങി. ഛായയെ സംഖ്യയായി തെറ്റിദ്ധരിച്ച് സൂര്യൻ അവളുമായി ഇണചേർന്നു. അത് മനു, ശനി, തപതി എന്നീ 3 മക്കളുടെ കൂടെ ജനനത്തിന് കാരണമായി. ഒരു ദിവസം അജ്ഞാതമായ എന്തോ കാരണത്താൽ കോപിച്ച് സാംഖ്യയുടെ വേഷത്തിലായിരുന്ന ഛായ യമനെ ശപിച്ചു. അപ്പോഴാണ് സൂര്യനും യമനും അവളുടെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കുന്നത്. ധ്യാനശക്തിയിലൂടെ യഥാർത്ഥ സാംഖ്യ കാട്ടിൽ ഒരു പെൺകുതിരയായി തപസ് ചെയ്യുന്നതായി സൂര്യൻ തിരിച്ചറിഞ്ഞു. സൂര്യൻ ഒരു ആൺകുതിരയുടെ രൂപത്തിൽ കാട്ടിൽ പ്രവേശിച്ച് സാംഖ്യയുമായി ഇണചേർന്നു. അവരുടെ ഇണചേരലിൻ്റെ ഫലമായി രേതസ്ത്രവൻ, രേവന്തൻ എന്നീ 2 അശ്വിനി കുമാരന്മാർ ജനിച്ചു. അതിനുശേഷം സൂര്യൻ സാംഖ്യയെ തൻ്റെ വാസസ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവന്നു. അവിടെ വെച്ച് വിശ്വകർമാവ് സൂര്യൻ്റെ തേജസ് മങ്ങിച്ചു. ഛായയുടെ പുത്രനായ മനു സാംഖ്യയുടെ പുത്രനായ മനുവിൻ്റെ സഹോദരനായതിനാൽ അദ്ദേഹം സാവർണി എന്നറിയപ്പെട്ടു. അടുത്ത മന്വന്തരത്തിൽ സാവർണി മനുവായി വാഴും. 20 ദേവതകളുള്ള ദേവതകളുടെ വിഭാഗത്തിൽ സുതപൻ, അമിതാഭൻ, മുഖ്യൻ എന്നിവർ അംഗങ്ങളായിരുന്നു.
ദ്യുതിമാൻ, ഗാലവൻ, രാമൻ, കൃപൻ, അശ്വത്ഥാമാവ്, ഋഷിശൃംഗൻ, എൻ്റെ പുത്രനായ വേദവ്യാസൻ എന്നിവർ സപ്തഋഷികളിൽ ഉൾപ്പെടും. ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ വീരോചനൻ്റെ മകൻ ബലി ഇന്ദ്രൻ്റെ സിംഹാസനത്തിൽ സ്ഥാനം പിടിക്കും. ദക്ഷസാവർണി 9ാമത്തെ മനുവായിരിക്കും. ആ സമയത്ത് മന്വന്തരൻ, പാരൻ, മാരീജ് ഗർവൻ, സുധർമ്മൻ എന്നിവരടങ്ങുന്ന 12 ദേവതകൾ വീതമുള്ള ദേവന്മാരുടെ 3 വിഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക. അദ്ഭുതൻ ഇന്ദ്രനായി പ്രവർത്തിക്കും. സാവൻ, ദ്യുതിമാൻ, ഭവ്യൻ, വസു, മേഘാതിഥി, ജ്യോതിഷ്മാൻ, സഥൻ എന്നിവർ സപ്തഋഷികളിൽ ഉൾപ്പെടും. ബ്രഹ്മസാവർണി 12ാമത്തെ മനുവായിരിക്കും. ആ മന്വന്തര സമയത്ത് സുധാമാവും വിശുദ്ധനും അടങ്ങുന്ന 100 ദേവതകളുള്ള 2 വിഭാഗങ്ങളായിരിക്കും സ്ഥാനം പിടിക്കുക. ശാന്തി ഇന്ദ്രൻ്റെ സ്ഥാനം വഹിക്കും. ഹവിഷ്മാൻ, സുഹൃതം, സത്യൻ, തപോമൂർത്തി, നാഭാഗം, അപ്രതിമൗചം, സത്യകേതു എന്നിവർ സപ്തഋഷികളിൽപ്പെടും. ധർമ്മസാവർണി 11ാമത്തെ മനുവായിരിക്കും. വിഹംഗം, കാമകം, നിർവാംഗതി എന്നിങ്ങനെ 30 ദേവതകളുള്ള ദൈവങ്ങളുടെ വിഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക. ഇന്ദ്രൻ്റെ സ്ഥാനം വഹിക്കുന്നത് വിഷനായിരിക്കും. നിസ്വർ, അഗ്നിതേജൻ, വായുഷ്മാൻ, കൃണി, അരുണി, ഹവിഷ്മാൻ, അനഘൻ എന്നിവർ സപ്തഋഷികളിൽ ഉൾപ്പെടും. രുദ്രപുത്ര സാവർണി 12ാമത്തെ മനുവായിരിക്കും. ഋതുദാമൻ ഇന്ദ്രനായും, ഹരിതൻ, രോഹിതൻ, സുമ്നൻ, സുകർമ്മൻ, സുരാഗൻ എന്നിങ്ങനെ ഓരോരുത്തരുടെയും കൂടെ 10 ദേവന്മാരടങ്ങുന്ന 5 ദേവതാ വിഭാഗങ്ങളുമുണ്ടാകും. തപസ്വി, സുതപൻ, തപോമൂർത്തി, തപോരാതി, തപോകൃതി, തപോദുതി, തപോദൻ എന്നിവർ സപ്തഋഷികളായി വരും. രുചി 13ാമത്തെ മനുവായിരിക്കും. സുത്രൻ, സുഘർമ്മൻ, സുധർമ്മൻ എന്നിവർക്ക് 33 ദേവതകളുള്ള ദേവന്മാരുടെ ഒരു വിഭാഗങ്ങളുണ്ടായിരിക്കും. ദേവസ്പതി ഇന്ദ്രനായിരിക്കും. നിർമോഹൻ, തത്വഗർഹി, നിഷ്പ്രകം, നിരുത്തകൻ, കൃതിമാൻ, അവ്യയ്, സുധപൻ എന്നിവർ സപ്തഋഷികളിൽ ഉൾപ്പെടും. ഭൗമൻ 14ാമത്തെ മനുവായിരിക്കും. സുചി ഇന്ദ്രൻ്റെ പദവി വഹിക്കും. ചക്ഷുഷൻ, പവിത്രൻ, കനിഷ്ഠൻ, ബ്രാജികൻ, വാചാവൃതൻ എന്നീ 5 വിഭാഗങ്ങളിലായിരിക്കും ദേവന്മാർ ഉണ്ടാവുക. അഗ്നിബാഹു, ശുചി, ശുക്രൻ, മാഗധൻ, അഗ്നിദ്രൻ, യുക്തൻ, ജിത്തൻ എന്നിവർ സപ്തഋഷികളായിരിക്കും. ഈ 14 മന്വന്തരങ്ങൾ കഴിയുമ്പോൾ 1000 യുഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൽപ്പം അവസാനിക്കും. സത്യയുഗത്തിൽ കപിലന്റെ അവതാരത്തിലെ അതീന്ദ്രിയമായ അറിവിനെക്കുറിച്ച് ഭഗവാൻ വിഷ്ണു വിവരിക്കുന്നു. ത്രേതായുഗത്തിൽ അദ്ദേഹം ദുഷ്ടന്മാരെ നശിപ്പിക്കുകയും ലോകത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദ്വാപരയുഗത്തിൽ അദ്ദേഹം വേദങ്ങളെ 4 വിഭാഗങ്ങളായി വിഭജിക്കുന്നു. കലിയുഗത്തിൻ്റെ അവസാനം ഭഗവാൻ കലിയുടെ അവതാരമെടുത്ത് ദുഷ്ടന്മാരെ മതപാതയിലേക്ക് പ്രചോദിപ്പിക്കുന്നു. അങ്ങനെ 4 യുഗങ്ങളിലും ഭഗവാൻ വിഷ്ണു ക്രമം പാലിക്കുകയും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും നിലനിൽപ്പിനും ഒടുവിൽ നാശത്തിനും കാരണമാവുകയും ചെയ്യുന്നു. പ്രിയരെ, 3-ാം അധ്യായത്തിലെ 3-ാം ഭാഗത്തിൽ വേദവ്യാസന്റെ വിവരണവും ബ്രഹ്മജ്ഞാനത്തിൻ്റെ പ്രാധാന്യവും ഉൾക്കൊള്ളുന്നു. മൈത്രേയൻ ചോദിച്ചു, ഹേ ഭഗവാൻ, വ്യത്യസ്ത യുഗങ്ങളിൽ ദൈവം വേദവ്യാസന്റെ രൂപത്തിൽ വേദങ്ങളെ എങ്ങനെ വിഭജിച്ചു? പരാശരൻ വിശദീകരിച്ചു, ഓരോ ദ്വാപരയുഗത്തിലെ ഓരോ കൽപ്പത്തിലും ഭഗവാൻ വിഷ്ണു വേദവ്യാസനായി അവതാരമെടുത്ത് മനുഷ്യരുടെ പ്രയോജനത്തിനായി വേദങ്ങളുടെ വിഭജനം നടത്തുന്നു. ഇന്നത്തെ വൈവസ്വത മന്വന്തരത്തിലെ ഓരോ ദ്വാപരയുഗത്തിലും വ്യത്യസ്തരായ വ്യാസന്മാർ 28 തവണ വേദങ്ങളെ വിഭജിച്ചിട്ടുണ്ട്. 1-ാം ദ്വാപരയുഗ കാലത്ത് ബ്രഹ്മാവ് തന്നെ വേദങ്ങളെ വിഭജിച്ചു. 2-ാം ദ്വാപരകാലത്ത് പ്രജാപതി വേദവ്യാസനായിരുന്നു. 3-ാം ദ്വാപരകാലത്ത് ശുക്രാചാര്യർ വേദവ്യാസനായിരുന്നു. 4-ാം ദ്വാപരയുഗത്തിൽ ബൃഹസ്പതി വേദവ്യാസന്റെ സ്ഥാനം വഹിച്ചു. സൂര്യൻ 5-ാമത്തെ വേദവ്യാസനും, മൃത്യു 6-ാമത്തെ വേദവ്യാസനും, ഇന്ദ്രൻ 7-ാമത്തെ വേദവ്യാസനും, വസിഷ്ഠനാണ് 8-ാമത്തെ വേദവ്യാസൻ, സാരസ്വതനാണ് 9-ാമത്തെ വേദവ്യാസൻ, ത്രിതാമൻ 10-ാം വേദവ്യാസനും, ത്രിശികൻ 11-ാം വേദവ്യാസനും, ഭരദ്വാജൻ 12-ാം വേദവ്യാസനും, അക്ഷരിതൻ 13-ാം വേദവ്യാസനും. അടുത്തതായി വരുന്ന വേദവ്യാസന്മാരുടെ പേരുകൾ ത്രയാരുണൻ, ധനഞ്ജയൻ, കൃതുഞ്ജയൻ, ജയൻ, ഭരദ്വാജൻ, ഗൗതമൻ, ഹര്യാത്മൻ, വാജസ്രവൻ, തൃണബിന്ദു, ഋഷ് അഥവാ വാൽമീകി, ശക്തി, പരാശരൻ, ജതുകർണൻ, കൃഷ്ണദ്വൈപായനൻ. ദ്രോണപുത്രനായ അശ്വത്ഥാമാവാണ് കൃഷ്ണദ്വൈപായനന് ശേഷം അടുത്ത വേദവ്യാസൻ. 3-ാം അധ്യായത്തിലെ 4-ാം ഭാഗത്തിൽ ഋഗ്വേദത്തിൻ്റെ ശാഖകളുടെ വികാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സൃഷ്ടിയുടെ തുടക്കത്തിൽ ഋഗ്വേദത്തിൽ 4 വേദങ്ങളും 1,00,000 മന്ത്രങ്ങളും ഉൾക്കൊണ്ടിരുന്നു. 10 തരത്തിലുള്ള യജ്ഞങ്ങളുടെ പ്രചാരണത്തിന് ആ ഋഗ്വേദം വളരെയധികം സഹായിച്ചു.
പിന്നീട് 28-ാം ദ്വാപരയുഗത്തിൽ എൻ്റെ പുത്രനായ കൃഷ്ണദ്വൈപായനൻ ഋഗ്വേദത്തെ 4 വേദങ്ങളായി വിഭജിച്ചു. അതേസമയം അദ്ദേഹം തൻ്റെ 4 വിശിഷ്ട ശിഷ്യന്മാരെ വേദപഠനത്തിൽ പരിശീലിപ്പിച്ചു. അവരിൽ ഓരോരുത്തരും അനന്തമായ കാലം ഒരു പ്രത്യേക വേദത്തിൻ്റെ പഠനത്തിൽ താൽപ്പര്യമുള്ളവരായിരുന്നു. അതനുസരിച്ച് പൈലമുനി ഋഗ്വേദത്തിലും, വൈശമ്പായനൻ യജുർവേദത്തിലും, ജൈമിനി സാമവേദത്തിലും, സുമന്തു അഥർവവേദത്തിലും പ്രാവീണ്യം നേടി. 4 വേദങ്ങൾക്കൊപ്പം ചതുർഹോത്ര പരിശീലനവും നിലവിൽ വന്നു. ചതുർഹോത്രം ഇപ്പോൾ എല്ലാത്തരം യജ്ഞങ്ങളുടെയും പ്രധാന മാർഗനിർദ്ദേശ സവിശേഷതയാണ്. വ്യാസൻ യജുർവേദത്തിലൂടെ അദ്വായുവിനെയും, ഋഗ്വേദത്തിലൂടെ ഹോതയുടെയും, സാമവേദത്തിലൂടെ ഉദ്ഗാതത്തിൻ്റെയും, അഥർവവേദത്തിലൂടെ ബ്രഹ്മയും കർമ്മങ്ങൾ സ്ഥാപിച്ചു. പൈലൻ എന്ന മഹർഷി ഋഗ്വേദത്തെ 2 വിഭാഗങ്ങളായി വിഭജിച്ച് ഇന്ദ്രപ്രമിതി, വാഷ്കലൻ എന്നീ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. തൻ്റെ കാലഘട്ടത്തിൽ വാഷ്കലൻ തനിക്ക് ലഭിച്ച ശാഖയെ 4 ഉപശാഖകളായി വിഭജിച്ച് സ്വന്തം ശിഷ്യനെ പഠിപ്പിച്ചു. ഇന്ദ്രപ്രമിതി തൻ്റെ പ്രതിപാദനനായ പുത്രൻ മാണ്ഡുകേയ മുനിക്ക് ഋഗ്വേദ ശാഖ പഠിപ്പിച്ചു. അങ്ങനെ ഋഗ്വേദത്തിൻ്റെ ശാഖകളും ഉപശാഖകളും ഗണ്യമായി വളർന്നു. ഈ പാരമ്പര്യം പിന്തുടർന്ന് ശകല്യവേദമിത്രൻ ഒരു സംഹിത പഠിച്ച് 5 ഉപശാഖകളായി വിഭജിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ ശാക്പൂർണൻ 3 സംഹിത സൃഷ്ടിച്ചു. മറ്റൊരു ശിഷ്യൻ നിരുക്ത ഗ്രന്ഥം സൃഷ്ടിച്ചു. വാഷ്കലൻ 3 സംഹിതകൾ സൃഷ്ടിച്ച് കാലായനി, ഗാർഗ്യൻ, തഥാജൻ എന്നിവരെ പഠിപ്പിച്ചു. പ്രിയരെ, 3-ാം അധ്യായത്തിലെ 5-ാം ഭാഗത്തിൽ യജുർവേദത്തിൻ്റെ ശാഖകളുടെ വിവരണം നൽകുന്നു. വേദവ്യാസന്റെ ശിഷ്യനായ വൈശമ്പായനൻ 27 യജുർവേദ ശാഖകൾ സൃഷ്ടിച്ച് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന് ബ്രഹ്മരത്നപുത്രനായ യജ്ഞവൽക്യൻ എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാ മുനിമാരും ചേർന്ന് മഹാമേരു പർവ്വതത്തിൽ ഒരു മഹാസമ്മേളനം വിളിച്ചു. 7 ദിവസത്തിനുള്ളിൽ തങ്ങളുടെ കൂട്ടത്തിൽ ചേരാത്തവരെ ബ്രാഹ്മണ ഹത്യയ്ക്ക് തുല്യമായ പാപം ചെയ്തവരായി കണക്കാക്കുമെന്ന് ഒരു നിയമവും അവർ രൂപപ്പെടുത്തി. വൈശമ്പായനൻ മാത്രമാണ് ആ വിധി ലംഘിച്ചത്. ഉറങ്ങിക്കിടക്കുന്ന സ്വന്തം അനന്തരവനെ വൈശമ്പായനൻ അബദ്ധത്തിൽ കൊന്നതിനാൽ മുനിമാരുടെ ശാപം സത്യമായി. തുടർന്ന് സ്വന്തം ശിഷ്യന്മാരോട് തൻ്റെ പാപം ഇല്ലാതാക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ യജ്ഞവൽക്യൻ പറഞ്ഞു, ഗുരോ, ഈ ബ്രാഹ്മണരെല്ലാം അങ്ങേയറ്റം മന്ദബുദ്ധികളാണ്. ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളുടെ പാപം ഇല്ലാതാക്കും. ആ പൊങ്ങച്ച വാക്കുകൾ വൈശമ്പായനനെ കോപാകുലനാക്കി. നീ ഈ ബ്രാഹ്മണരെ അപമാനിക്കുകയാണ് ചെയ്തത്. അതിനാൽ ഞാൻ നിന്നെ പഠിപ്പിച്ചതെല്ലാം ഉടൻ തിരികെ ഏൽപ്പിക്കുക. അപ്പോൾ യജ്ഞവൽക്യൻ, ഗുരുവേ, നിങ്ങളോടുള്ള ആദരവ് കൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ ഉച്ചരിച്ചത്. എന്നിട്ടും നിങ്ങൾ എന്നെ പഠിപ്പിച്ചത് തിരിച്ചു നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ ഇതാ. അത്രയും പറഞ്ഞുകൊണ്ട് യജ്ഞവൽക്യൻ യജുർവേദത്തിൻ്റെ എല്ലാ ശ്രുതികളും ഛർദ്ദിച്ചു. വൈശമ്പായനൻ്റെ മറ്റു ശിഷ്യന്മാർ അവയെല്ലാം പക്ഷികളുടെ രൂപത്തിൽ ഭക്ഷിച്ചു. അതിനുശേഷം അവർ തൈത്തിരീയ ബ്രാഹ്മണർ എന്നറിയപ്പെട്ടു. ശ്വാസം അടക്കിപ്പിടിച്ച് യജുർവേദം വീണ്ടെടുക്കുവാനുള്ള ആഗ്രഹത്തോടെ യജ്ഞവൽക്യൻ സൂര്യാരാധന ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായി സൂര്യൻ കുതിരയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വരം ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു. തൻ്റെ ഗുരുവായ വൈശമ്പായനന് പോലും അറിയാത്ത യജുർവേദത്തിലെ ശ്രുതികൾ തനിക്ക് ഉപദേശിക്കാൻ യജ്ഞവൽക്യൻ സൂര്യനോട് അഭ്യർത്ഥിച്ചു. ആയത്യം എന്നറിയപ്പെടുന്ന യജുർവേദത്തിലെ ശ്രുതികൾ സൂര്യൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു. ഈ ശ്രുതി വായിക്കുന്ന ബ്രാഹ്മണർ വാജി എന്നറിയപ്പെടുന്നു. ഇന്ന് ഈ വാജി ശ്രുതികളിൽ 15 ഉപശാഖകളുണ്ട്. അവ ആദ്യം വിശദീകരിച്ചത് യജ്ഞവൽക്യമുനിയാണ്. പ്രിയരെ, 3-ാം അധ്യായത്തിലെ 6-ാം ഭാഗത്തിൽ സാമവേദത്തിൻ്റെയും 18 പുരാണങ്ങളുടെയും ശാഖകളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. വേദവ്യാസന്റെ ശിഷ്യനായ ജൈമിനി സാമവേദത്തിൻ്റെ ശാഖകൾ രൂപപ്പെടുത്തി. ജൈമിനിക്ക് സുമന്തു എന്നൊരു പുത്രനുണ്ടായിരുന്നു. സുമന്തുവിന് സുഘർമൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ഇരുവരും സാമവേദത്തിൻ്റെ ഓരോ ശാഖയും പഠിച്ചു. സുഘർമൻ തൻ്റെ സാമവേദ ശാഖയെ ഉപശാഖകളായി വിഭജിച്ച് തൻ്റെ ശിഷ്യന്മാരായ കൗശല്യ, ഹിരണ്യനാഭ്, പൗഷ്പിഞ്ചി എന്നിവർക്ക് പകർന്നു നൽകി. ഹിരണ്യനാഭന് 500 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഹിരണ്യനാഭനിൽ നിന്ന് സാമവേദ ശാഖയെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചതോടെ ഈ ശിഷ്യന്മാർ പ്രാജ്യസാമാഗ്രി എന്നറിയപ്പെട്ടു. പൗഷ്പിഞ്ചിയുടെ ശിഷ്യന്മാരും അവരുടെ ഗുരുവിൽ നിന്ന് ലഭിച്ച സാമവേദത്തിൻ്റെ വിഭജനങ്ങൾ നടത്തി. പൗഷ്പിഞ്ചിയുടെ ശിഷ്യന്മാരും അവരുടെ ഗുരുവിൽ നിന്ന് ലഭിച്ച സാമവേദത്തിൽ വിഭജനങ്ങൾ നടത്തി. ഹിരണ്യനാഭന്റെ മറ്റൊരു ശിഷ്യനായ കൃതി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് സാമവേദത്തിൻ്റെ 24 സംഹിതകൾ പഠിപ്പിച്ചു. സുമന്തമുനി സ്വന്തം ശിഷ്യനായ കബന്ധന് അഥർവവേദം പഠിപ്പിച്ചു. കബന്ധൻ അതിനെ 2 ഭാഗങ്ങളായി വിഭജിച്ച് ദേവദർശൻ, പദ്യൻ എന്നിവരെ യഥാക്രമം പഠിപ്പിച്ചു. ശൗനകൻ എന്ന പദ്യന്റെ ശിഷ്യൻ തൻ്റെ സംഹിതയെ 2ആയി വിഭജിച്ച് അതിലൊന്ന് തൻ്റെ ശിഷ്യനായ വഭ്രുവിനും മറ്റൊന്ന് സൈന്ധവനും പകർന്നു നൽകി. സൈന്ധവന്റെ ശിഷ്യൻ മുഞ്ചികേശൻ തൻ്റെ സംഹിതയെ 3 ഭാഗങ്ങളായി വിഭജിച്ചു.
നിലവിൽ അഥർവവേദത്തിലെ 5 സംഹിതകളായ നക്ഷത്രകൽപ്പം, വേദകൽപ്പം, സംഹിതകൽപ്പം, അങ്കിരസകൽപ്പം, ശാന്തികൽപ്പം എന്നിവ ആധികാരികമായി കണക്കാക്കപ്പെടുന്നു. സ്വന്തം നേട്ടത്തിൽ അപ്പോഴും തൃപ്തനല്ലാത്ത വേദവ്യാസമുനി പുരാണ സംഹിത സൃഷ്ടിച്ച് തന്റെ പ്രശസ്ത ശിഷ്യനായ ലോമഹർഷണ സുതമുനിയെ പഠിപ്പിച്ചു. കശ്യപ ഗോത്രീയ ബ്രാഹ്മണർ സൃഷ്ടിച്ച അകൃതവ്രണ, സാവർണി, ഷാൻസ്പായൻ എന്നീ 3 സംഹിതകളുടെ അടിസ്ഥാനമായിരുന്നു ലോമഹർഷണൻ സൃഷ്ടിച്ച സംഹിത. വിഷ്ണുപുരാണം ഈ 4 സംഹിതകളുടെ ഒരു സംഗ്രഹമാണ്. ഇവ 18 പുരാണങ്ങളുടെയും തത്വമാകുന്നു. കാലക്രമത്തിൽ 18 പുരാണങ്ങൾ ഇപ്രകാരമാണ്: ബ്രഹ്മപുരാണം, പത്മപുരാണം, വൈഷ്ണവ പുരാണം, ശൈവപുരാണം, ഭാഗവത പുരാണം, നാരദ പുരാണം, മാർക്കണ്ഡേയ പുരാണം, ആഗ്നേയ പുരാണം, ഭവിഷ്യപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, ലിംഗപുരാണം, വരാഹപുരാണം, സ്കന്ദപുരാണം, വാമനപുരാണം, കൂർമ്മപുരാണം, മത്സ്യപുരാണം, ഗരുഡപുരാണം, ബ്രഹ്മാണ്ഡപുരാണം എന്നിങ്ങനെയാണ്. പ്രിയരെ, 3-ാം അധ്യായത്തിലെ 7-ാം ഭാഗത്തിൽ യമഗീതയാണ്. വീണ്ടും മൈത്രേയൻ മറ്റൊരു സംശയം ഉന്നയിച്ചു. ഗുരുവേ, ഒരു ആയുഷ്കാലത്തിൻ്റെ അവസാനത്തിൽ എല്ലാ മനുഷ്യരും യമരാജൻ്റെ നിയന്ത്രണത്തിലാകുന്നു. പലതരം നരകങ്ങളിൽ അവർ നിരവധി കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ യമരാജൻ്റെ കുരുക്കിൽ നിന്ന് ഒരു മനുഷ്യന് മോചനം ലഭിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് ദയവായി വിവരിക്കൂ. പരാശരൻ പറഞ്ഞു തുടങ്ങി. പാണ്ഡവരിൽ ഏറ്റവും ഇളയവനായ നകുലൻ ഒരിക്കൽ പിതാമഹനായ ഭീഷ്മരുടെ മുൻപിൽ ഇതേ ചോദ്യം ഉന്നയിച്ചിരുന്നു. ഭീഷ്മർ നകുലനോട് പറഞ്ഞത് ഞാൻ പിന്നീടൊരിക്കൽ വിവരിക്കുന്നുണ്ട്. യമരാജൻ തൻ്റെ കിങ്കരന്മാരെ പറഞ്ഞയക്കുന്നതിന് മുൻപ് ഭഗവാൻ കൃഷ്ണന്റെ ഭക്തരിൽ നിന്നും വ്യക്തമായ അകലം പാലിക്കാൻ അവരോട് ഉപദേശിക്കുന്നു. വൈഷ്ണവന്മാർ ഒഴികെയുള്ള എല്ലാ മനുഷ്യരുടെയും അധിപനാണ് യമരാജൻ. യമരാജനെ നിയന്ത്രിക്കാൻ ഭഗവാൻ വിഷ്ണുവിന് മാത്രമേ കഴിയൂ. യഥാർത്ഥ വിഷ്ണു ഭക്തനെക്കുറിച്ച് യമരാജൻ പറയുന്നു: ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും തൻ്റെ കർത്തവ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്തവനും മറ്റുള്ളവരുടെ സമ്പത്ത് മോഷ്ടിക്കാത്തവനും മൃഗങ്ങളെ കൊല്ലാത്തവനും നിസ്സംശയം ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തനാണ്. ഭഗവാൻ വിഷ്ണുവിനെ ഹൃദയത്തിൽ വഹിക്കുന്നവൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തനാണ്. എല്ലാത്തരം അഹങ്കാരങ്ങളിൽ നിന്നും മിഥ്യാധാരണകളിൽ നിന്നും മുക്തനായി ശുദ്ധനും ശാന്തവുമായ ഹൃദയത്തോടെ മറ്റുള്ളവർക്ക് എപ്പോഴും നന്മ ആഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തൻ. അതിനാൽ ഭഗവാനെ അനുനിമിഷം ധ്യാനിക്കുന്നവൻ മരണത്തെപ്പോലും ഭയപ്പെടുന്നില്ല. യമൻ, യമദൂതൻ, യമപാശം, യമഗണം, യമന്റെ പീഡനങ്ങൾ എന്നിവയ്ക്ക് പോലും അവരെ ഉപദ്രവിക്കാൻ കഴിയില്ല. പ്രിയരെ, വാമനപുരാണത്തിൻ്റെ 3-ാം അധ്യായത്തിലെ 8-ാം ഭാഗത്തിൽ സമൂഹത്തിലെ 4 വിഭാഗങ്ങളുടെ കടമയെക്കുറിച്ചാണ് വിസ്തരിക്കുന്നത്. അതിൽ മൈത്രേയൻ ചോദിച്ചു: ഗുരുവേ, ഒരാൾ ഭഗവാൻ വിഷ്ണുവിനെ എങ്ങനെ ആരാധിക്കണമെന്ന് ദയവായി എനിക്ക് വിവരിച്ചു നൽകുക. പരാശരൻ വിസ്തരിച്ചു. നാഗരാജാവും ഇതേ ചോദ്യം ഔർവ മഹർഷിയോട് ചോദിച്ചിരുന്നു. ഔർവ മഹർഷി എനിക്ക് നൽകിയ ഉപദേശം ഞാൻ വിവരിക്കുകയാണ്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും സ്വന്തം വർഗത്തിനനുസരിച്ച് കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കാൻ കഴിയൂ. മറ്റുള്ളവരെ വിമർശിക്കൽ, പരദൂഷണം പറയൽ, സ്ത്രീവൽക്കരണം, മറ്റുള്ളവരുടെ സമ്പത്ത് മോഷ്ടിക്കൽ, അക്രമം തുടങ്ങിയ പ്രവർത്തികൾ ഒഴിവാക്കുന്നവർക്കും ദേവന്മാരെ സേവിക്കാൻ എപ്പോഴും തയ്യാറുള്ളവർക്കും ബ്രാഹ്മണർക്കും ഗുരുക്കന്മാർക്കും ഭഗവാൻ വിഷ്ണുവിനെ പ്രസാദിപ്പിക്കാൻ കഴിയും. അതുപോലെ ഒരാൾ തൻ്റെ വർഗത്തിനനുസരിച്ച് തൻ്റെ കടമകളെക്കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കണം. അതനുസരിച്ച് ഒരു ബ്രാഹ്മണൻ യാഗങ്ങൾ നടത്തുകയും വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. ആരെയും വേദനിപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കുകയും ചെയ്യാതിരിക്കണം. ഒരു ക്ഷത്രിയൻ യാഗങ്ങൾ സംഘടിപ്പിക്കുകയും വേദങ്ങൾ പഠിക്കുകയും വേണം. ഭൂമിയെ സംരക്ഷിക്കുന്നതിനായി അദ്ദേഹം ബ്രാഹ്മണർക്ക് ദാനം നൽകുകയും ആയുധങ്ങൾ എടുക്കുകയും വേണം. ഒരു വൈശ്യൻ കന്നുകാലി വളർത്തൽ, വാണിജ്യം, കൃഷി എന്നിവയിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തണം. കൂടാതെ അദ്ദേഹം യാഗങ്ങൾ സംഘടിപ്പിക്കുകയും വേദങ്ങൾ പഠിക്കുകയും വേണം. ഒരു ശൂദ്രൻ കരകൗശല വസ്തുക്കളിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പണ്ഡിതന്മാരെ വന്ദിക്കുന്നത് ഒരു ശൂദ്രന് വേണ്ടി യാഗം സംഘടിപ്പിക്കുന്നതിന് തുല്യമാണ്. ഒരു ശൂദ്രന് തൻ്റെ മരിച്ചുപോയ പൂർവികരെ പ്രീതിപ്പെടുത്തുവാൻ ദാനങ്ങളും വഴിപാടുകളും നടത്താം. അടിയന്തരാവസ്ഥയിൽ ഒരു ബ്രാഹ്മണന് ക്ഷത്രിയനും വൈശ്യനും വേണ്ടിയുള്ള തൊഴിലുകളിലേക്ക് മാറാം. അടിയന്തരാവസ്ഥയിൽ ഒരു ക്ഷത്രിയന് വൈശ്യന്റെ തൊഴിൽ സ്വീകരിക്കാം. പക്ഷേ ഇവരിൽ ആരും ഒരിക്കലും ശൂദ്രന്റെ തൊഴിൽ സ്വീകരിക്കരുത്. പ്രിയരെ, 3-ാം അധ്യായത്തിലെ 9-ാം ഭാഗത്തിൽ വ്യത്യസ്ത ആശ്രമങ്ങളുടെ വിവരണം നൽകിയിരിക്കുന്നു. ജനനം മുതൽ മരണം വരെ മനുഷ്യജീവിതം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ ഘട്ടങ്ങൾ പാലിക്കുന്നതിൽ ലാളിത്യം കൈവരിക്കുന്നതിനായി നമ്മുടെ ഋഷിമാർ ജീവിതത്തിലെ 4 ഘട്ടങ്ങൾ അല്ലെങ്കിൽ ആശ്രമങ്ങൾക്കായി വ്യവസ്ഥകൾ ചെയ്തിട്ടുണ്ട്. അവ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയാണ്.
ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ വിഭാഗത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആരംഭം കുറിക്കുന്നത് ഉപനയന സംസ്കാരമാണ്. ഇതിനായി ഒരു ശിഷ്യൻ തന്റെ ഗുരുവിന്റെ ആശ്രമത്തിൽ താമസിച്ച് ബ്രഹ്മചര്യം കർശനമായി പാലിക്കണം. അവിടെ അവൻ തന്റെ ഗുരുവിനെ സേവിക്കുകയും സൂര്യനെയും അഗ്നിയെയും ആരാധിക്കുകയും ചെയ്യണം. ശിഷ്യൻ ഒരിക്കലും ഗുരുവിനെ ധിക്കരിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അവന്റെ പ്രവർത്തനങ്ങൾ ഗുരുവിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായിരിക്കണം. ഹവന സാമഗ്രികൾ, ജലം, കുശപ്പുല്ല്, പൂക്കൾ തുടങ്ങിയ വിവിധ വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് തന്റെ ഗുരുവിന്റെ ദൈനംദിന ആരാധനയ്ക്കായി ക്രമീകരണങ്ങൾ ചെയ്യണം. വിദ്യാഭ്യാസം പൂർത്തിയാക്കി എല്ലാ കടങ്ങളും വീട്ടിയ ശേഷം ശിഷ്യൻ തന്റെ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടമായ ഗൃഹസ്ഥാശ്രമം അഥവാ ഗാർഹസ്ഥ്യം ആരംഭിക്കാൻ തയ്യാറാവുന്നു. ഇതിനായി ആദ്യം തന്റെ വിഭാഗത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കണം. ഈ ഘട്ടത്തിൽ തന്റെ വിഭാഗത്തിന് നിശ്ചയിച്ചിട്ടുള്ള തൊഴിലുകൾ വഴി ഉപജീവന മാർഗം കണ്ടെത്തണം. യജ്ഞങ്ങൾ വഴി ദേവന്മാരെയും യാഗങ്ങൾ വഴി പൂർവികരെയും കുട്ടികളെ ജനിപ്പിച്ച് പ്രജാപതിമാരെയും ധാന്യബലികൾ വഴി ഭൂതങ്ങളെയും സ്നേഹം വഴി സമൂഹത്തെയും പ്രീതിപ്പെടുത്തണം. സന്യാസിമാരും ബ്രഹ്മചാരികൾ പോലും വിവാഹിതരെയാണ് ദൈനംദിന ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നത്. അതിനാൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം എല്ലാ ആശ്രമങ്ങളിലും മികച്ചതാണെന്ന് പറയപ്പെടുന്നു. അപ്രതീക്ഷിതമായി എത്തുന്ന അതിഥികളെ ഒരു ഗൃഹസ്ഥൻ സ്വാഗതം ചെയ്യുകയും അവരോട് ഊഷ്മളമായി പെരുമാറുകയും വേണം. അതിഥിയെ നിരാശയോടെ തിരിച്ചയക്കുന്ന ഒരു ഗൃഹം മതപരമായ കാര്യങ്ങളിൽ ഒരിക്കലും വിജയിക്കുകയില്ല. അത്തരമൊരു ഗൃഹത്തിൽ നടത്തുന്ന എല്ലാ ആരാധനകളും യാഗങ്ങളും വ്യർത്ഥമാകും. അതിനാൽ ഗൃഹസ്ഥൻ അഹങ്കാരം കാണിക്കുന്നതും അതിഥിയെ ദുരുപയോഗം ചെയ്യുന്നതും ഉചിതമല്ല. അല്ലാത്ത പക്ഷം അയാൾ അതിന് പിന്നീട് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ ആശ്രമമായ വാനപ്രസ്ഥം സ്വീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം തിരിച്ചറിയാൻ ഒരാൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. കുട്ടികൾ വളർന്ന് വീടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ തുടങ്ങുമ്പോൾ ഒരാൾ മൂന്നാം ഘട്ടത്തിലേക്ക്, അതായത് വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനാൽ പത്നിയെ മക്കളുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചോ അല്ലെങ്കിൽ അവളെ കൂടെ കൊണ്ടുപോയിട്ടോ ഒരാൾ കാട്ടിലേക്ക് കുടിയേറി പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ ചെറിയ കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് ലളിതമായ ജീവിതം നയിക്കണം. കഠിനമായ തപസ് ചെയ്തും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചും ഈ ഘട്ടം കടന്നു പോകണം. സന്യാസാശ്രമം ജീവിതത്തിലെ നാലാമത്തെ ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ധർമ്മം, അർത്ഥം, കാമം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കണം. എല്ലാവരോടും നിഷ്പക്ഷമായ കാഴ്ചപ്പാട് പുലർത്തുകയും എല്ലാ ജീവജാലങ്ങളോടും സ്നേഹം വളർത്തിയെടുക്കുകയും വേണം. വാക്കുകളാലോ പ്രവൃത്തികളാലോ ചിന്തകളാലോ ആരെയും വേദനിപ്പിക്കരുത്. ഗ്രാമത്തിലോ പട്ടണത്തിലോ 5 ദിവസത്തിൽ കൂടുതൽ താമസിക്കരുത്. ദാനം കഴിച്ച് ജീവൻ നിലനിർത്തണം. പ്രിയരെ, 3-ാം അധ്യായത്തിലെ 10-ാം ഭാഗത്തിൽ ആചാരങ്ങളെക്കുറിച്ചും പ്രതിഷ്ഠകളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. പ്രസവ സമയത്ത് കുട്ടിക്ക് വേണ്ടി ചില ആചാരങ്ങളും സമർപ്പണങ്ങളും നടത്തേണ്ടത് പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒന്നാമതായി, നവജാത ശിശുവിനെ കുടുംബത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി ജതകർമ്മ സംസ്കാരം നടത്തുന്നു. ഈ ആചാരത്തിൽ ഒരു ബ്രാഹ്മണ ദമ്പതിക്ക് ഭക്ഷണം നൽകുന്നു. ദമ്പതികളെ കിഴക്കോട്ട് അഭിമുഖമായി ഇരുത്തിക്കൊണ്ട് ഭക്ഷണം നൽകേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം ദേവന്മാരെയും മരിച്ച പൂർവികരെയും പ്രീതിപ്പെടുത്തുവാൻ മാതാപിതാക്കൾ വഴിപാടുകൾ അർപ്പിക്കണം. ബാർലി മാവ്, തൈര്, പഴങ്ങൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച ഭക്ഷണങ്ങൾ വഴിപാടായി അർപ്പിക്കണം. കുട്ടികളുടെ വിവാഹ സമയത്തും സമാനമായ സമർപ്പണങ്ങൾ നടത്തുന്നു. ജനനത്തിനു ശേഷമുള്ള 10-ാം ദിവസമാണ് പേരിടൽ ചടങ്ങ് നടത്തുന്നത്. നവജാത ശിശുവിന് പേരിടുന്നതിൽ വ്യത്യസ്ത ജാതികൾക്കും മതങ്ങൾക്കും വ്യത്യസ്ത പാരമ്പര്യങ്ങളുണ്ട്. മിക്ക കുട്ടികൾക്കും ദേവന്മാരുടെയും ദേവതകളുടെയും പേരുകൾ ഇടുന്നത് സാധാരണമായി കാണപ്പെടുന്നു. എന്നാൽ പോലും പേര് അർത്ഥശൂന്യമോ അധിക്ഷേപകരമോ അശുഭകരമോ ആകരുത് എന്ന് ശ്രദ്ധിക്കണം. അസാധാരണമാം വിധം നീളമുള്ളതും ഉച്ചരിക്കാൻ പ്രയാസമുള്ളതുമായ പേരുകൾ തിരഞ്ഞെടുക്കുന്ന രീതിയും ഒഴിവാക്കണം. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ 2-ാമത്തെ ഘട്ടം അവൻ അല്ലെങ്കിൽ അവളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന സമയമാണ്. പുരാതന കാലത്ത് നൂൽച്ചടങ്ങ് നടത്തുകയും കുട്ടികളെ വിദ്യാഭ്യാസത്തിനായി അവരുടെ അധ്യാപകന്റെ ആശ്രമത്തിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ആധുനിക യുഗത്തിൽ നൂൽച്ചടങ്ങ് പണ്ടത്തെപ്പോലെ തന്നെ പിന്തുടരുന്നു. എന്നാൽ ഇന്ന് കുട്ടികളെ വിദ്യാഭ്യാസത്തിനായി ഗുരുകുലത്തിലേക്ക് അയക്കുന്നില്ല. വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷം ഒരാൾ വിവാഹം കഴിച്ച് സ്വന്തം ജീവിതം നയിക്കണം. മുൻകാലങ്ങളിൽ അനുയോജ്യമായ വധുവിനെ തിരഞ്ഞെടുക്കുന്നതിന് വിപുലമായ ആചാരങ്ങളുണ്ടായിരുന്നു. വീട്ടിലെ മുതിർന്നവർ ആൺകുട്ടിക്ക് അനുയോജ്യമായ ഒരു ഇണയെ തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നു. മിക്ക സാഹചര്യങ്ങളിലും അവരുടെ തിരഞ്ഞെടുപ്പ് പെൺകുട്ടികളുടെ പല ഗുണങ്ങളെയും ശാരീരിക സവിശേഷതകളെയും ആശ്രയിച്ചിരുന്നു. എന്നാൽ ആധുനിക യുഗത്തിൽ ആളുകൾക്കിടയിലുള്ള ഇടപെടൽ വർദ്ധിച്ചതിനാൽ വധുവിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും പിന്തുടരാൻ കഴിയില്ല. എന്നിരുന്നാലും അമ്മയുടെ വംശത്തിൽ നിന്ന് 5-ാം തലമുറ വരെയും പിതാവിൻ്റെ വംശത്തിൽ നിന്ന് 7-ാം തലമുറ വരെയും വിവാഹം കഴിക്കാതിരിക്കാൻ ഒരാൾ ശ്രദ്ധിക്കണം. പ്രിയരെ, വിഷ്ണുപുരാണത്തിൻ്റെ 3-ാം അധ്യായത്തിലെ ബാക്കി 7 ഭാഗങ്ങൾ 8-ാമത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ നന്ദി, നമസ്കാരം.
പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.